മാമോഗ്രാം സാധാരണ ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് മാമോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യും. നമ്മളുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും ചിലപ്പോൾ അവർ രജിസ്ട്രേഷൻ കൗണ്ടർ നമ്മളുടെ അടുത്തുനിന്ന് ശേഖരിച്ചേക്കാം. അതിനുശേഷം നമ്മൾ മാമോഗ്രാം ചെയ്യുന്ന ആ റൂമിലേക്ക് നമ്മൾ പോകും. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മാറി ആശുപത്രിയിൽ നിന്ന് തരുന്ന ഒരു ഗൗണായിരിക്കും നമ്മൾ മാമോഗ്രാം ചെയ്യുന്ന സമയത്ത് ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഊരി മാറ്റാവുന്നതും തിരിച്ചിടാവുന്നതും എളുപ്പത്തിൽ തിരിച്ചിടാവുന്നതുമായ വസ്ത്രങ്ങളാണ് മാമോഗ്രാം ചെയ്യാൻ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മൾ ധരിക്കേണ്ടത്. പിന്നെ ഇതിന് ശേഷം നമ്മളെ ഒരു മാമോഗ്രാം മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് 2 പ്ലാസ്റ്റിക് പ്ലേറ്റ്സിന് ഇടയിൽ നമ്മുടെ ബ്രസ്റ്റ് വളരെ ശക്തമായി അമർത്തി പിടിച്ചാണ് മാമോഗ്രാം എന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. ഈ സമയത്ത് കുറച്ച് വേദന അനുഭവപ്പെട്ടേക്കാം. ആ വേദന കുറച്ച് എല്ലാം കൂടി മാമോഗ്രാം ചെയ്യുന്നതിന് ഒരു 20 മിനിറ്റ് സമയമേ എടുക്കുകയുള്ളൂ. ബ്രസ്റ്റിൻ്റെ പല ആംഗിളിൽ നിന്നാണ് ബ്രസ്റ്റ് ഇമേജിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേറ്റുകൾക്കിടയിലേക്ക് അമർത്തി പിടിച്ച് പല ആംഗിളിൽ നിന്നും എക്സ്റേ കടത്തിവിട്ട് ബ്രസ്റ്റിനെ ഇമേജ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ച് വേദന സഹിക്കേണ്ടി വരും. വേദന എന്ന് പറയുന്നത് ഒരു വളരെ റിലേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ചില സ്ത്രീകൾ കൂടുതലായി വേദന അനുഭവപ്പെടുന്നെന്ന് പരാതി പറയാറുണ്ട്. പക്ഷേ അത് സ്വാഭാവികമാണ്. അത് നിലനിൽക്കുന്ന വേദനയൊന്നുമല്ല. അത് കുറച്ച് കഴിയുമ്പോൾ, അത് പ്രൊസീജിയർ കഴിയുന്നതോടെ അത് മാറും. പിന്നെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മെൻസ്ട്രുവൽ സൈക്കിളിന് ശേഷം ഉടനെ, അതായത് ആർത്തവത്തിന് ഉടനെ മാമോഗ്രാം ചെയ്താൽ ചിലപ്പോൾ ഈ പെയിൻ കൂടാനൊരു സാധ്യതയുള്ളത് കൊണ്ട് മെൻസ്ട്രുവൽ സൈക്കിളിനോട് ചേർന്ന് മാമോഗ്രാം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, വേദന ഒഴിവാക്കാൻ വേണ്ടി.